ജനങ്ങൾക്ക് മേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കാതെ വികസനവും ക്ഷേമവും ഉറപ്പാക്കി രണ്ടാം പിണറായി സർക്കാരിന്റെ 6ാം ബജറ്റ്. അംഗനവാടി വർക്കർമാർ മുതൽ സാക്ഷരതാ പ്രേക്ഷകന്മാർ വരെ അടിസ്ഥാന വർഗത്തിന്റെ വേതനം ഉയർത്തുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൃത്യമായി ഉറപ്പാക്കുന്നതിനൊപ്പം ഗിഗ് തൊഴിലാളികൾക്ക് വരെ പരിഗണന നൽകിയ ആദ്യ സർക്കാർ എന്ന പ്രത്യേകത അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് സ്വന്തമാക്കി. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. ഈ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്കുള്ള കരുതൽ തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിൽ പ്രധാനം. സർ, ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പകൽ പോലെ വ്യക്തമാകും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തി. അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപയും ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപയും പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപയും സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപയുടെ വർധനവും സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവും കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് 1000 രൂപയുമാണ് സർക്കാർ ഉയർത്തിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 6.5 കോടി രൂപയാണ് ബജറ്റ് നീക്കിവെച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആയുഷ് വകുപ്പുകളും NHM വഴിയും ചെലവാക്കുന്ന വിഹിതത്തിന് പുറമെയാണിത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യ 5 ദിവസം പണരഹിത ചികിത്സ ഇവർക്ക് ഉറപ്പാക്കും. ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധികളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം ഒരുക്കാനും വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഹബ്ബുകൾ സ്ഥാപിക്കാനും ബജറ്റിൽ തീരുമാനമായി. 20 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3720 കോടി രൂപയാണ് അനുവദിച്ചത്. 10 വർഷം മുൻപുള്ള കേരളമല്ല ഇന്നത്തേത്. അതിൽ അവസാനിപ്പിക്കുകയല്ല, താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതി താഴെത്തട്ടിൽ ലക്ഷ്യമിടുന്നതാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.